ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം പോർഷനാണ്. മലയാളത്തിലെ ചേർത്ത് എഴുതുക, പിരിച്ചെഴുതുക, ഈ രണ്ട് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പകരം നോക്കിയിരിക്കുക. അതിനുശേഷം ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നോട്ട് ഷെയർ ചെയ്യാം. ഇതിലങ്ങനെ മുൻകൂട്ടി നമ്മളങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് സ്ക്രീനിലേക്ക് നോക്കിയിരുന്നാൽ മതി കേട്ടോ. നോക്കുക, നമ്മൾ ചില പദങ്ങളെ ചേർത്ത് എഴുതുമ്പോഴാണ് ഇരട്ടിപ്പും അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ അത് അവരുടെ ഇടയിലൊക്കെ വന്നിട്ട് അവർക്കൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അത്തരത്തില് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പല പദങ്ങളും കൂടി ചേർന്നിട്ടായിരിക്കും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പുതിയ പദങ്ങൾ പോലെ നമുക്ക് കിട്ടുന്നത്. ചേർത്ത് എഴുതുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് വ്യത്യസ്തമായ പദങ്ങളെ ചേർത്ത് എഴുതുമ്പോൾ അവയ്ക്കുണ്ടാവുന്ന മാറ്റം എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കൺ പ്ലസ് നീർ. കണ്ണ്, കണ്ണിൽ നിന്ന് വരുന്ന നീർ. അപ്പൊ കൺ നീർ, അതാണ് കണ്ണീരായിട്ട് മാറിയത്. അവിടെ കൺ എന്നുള്ളത് എന്തായിട്ട് മാറി? ഇരട്ടിപ്പ്, ഇരട്ടിയായിട്ട് മാറി. അപ്പൊ കൺ പ്ലസ് നീർ, കണ്ണീർ. അപ്പൊ വെൺ പ്ലസ് നീർ എന്തായിരിക്കും വരാ? വെൺ പ്ലസ് നീർ വെണ്ണീർ ആയിരിക്കും അല്ലെ? വെൺ പ്ലസ് നീർ വെണ്ണീർ. അടുത്ത നോക്കാം, എൺ പ്ലസ് 100. എൺ പ്ലസ് 100 800. എൺ പ്ലസ് 100 800. ഇനി തൺ പ്ലസ് നീർ തണ്ണീർ. തൺ പ്ലസ് നീർ തണ്ണീർ. യഥ പ്ലസ് ഇഷ്ടം യഥേഷ്ടം. മഹ പ്ലസ് ഋഷി മഹർഷി. മഹ പ്ലസ് ഋഷി മഹർഷി. അല്ല പ്ലസ് എന്ന്. അവയെ ചേർത്ത് എഴുതുമ്പോൾ എന്ത് വ്യത്യാസം വന്ന്? ഇവിടെ ഒരു ഇല്ല എന്നുള്ളൊരു നോക്കുക, ലായും എയും ചേർന്ന് ലേ എന്നായിട്ട് മാറി. അല്ലെന്ന്. അല്ല പ്ലസ് എന്ന് അല്ലെന്ന്. അടുത്ത നോക്കാം, ആയി പ്ലസ് എന്ന്. ആയി പ്ലസ് എന്ന് ആയെന്ന്. ഇത് നിങ്ങൾക്ക് കുറച്ചധികം വായിക്കാനായിട്ട് തരുന്നുണ്ട്. ഒരു 10-16 പേജോളം ഉണ്ട്. ഇത് മൊത്തം നമ്മൾ ഒരു തവണ വായിക്കും, പിന്നെ ഇത് നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം ഈ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലെ ഒരുവിധം പോർഷൻസ് ഒക്കെ കവറപ്പ് ആയിക്കോളും. നമുക്ക് ചേർത്ത് എഴുതലും പിരിച്ചെഴുതലും രണ്ടും ഒന്നിച്ച് ഒറ്റൊരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻസ് എടുത്ത് തന്നെ നിങ്ങൾക്ക് തരുന്നത്. ഇത് എടുക്കുന്നതിന്റെ പിന്നിലെ റീസൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിലെ പല കാര്യങ്ങൾ തെറ്റിക്കും എക്സാമിന് വരുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇത് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്തതോ ആയ ഒരു പോർഷൻ അല്ല. എങ്കിലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കണക്കിലെടുത്താണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത നോക്കാം, സത് പ്ലസ് ലീല. സത്തും ലീലയും രണ്ടും കൂടി ചേരുമ്പോ സത് ലീല എന്ന് വായിക്കുന്നതിന് പകരം അതെന്തായി മാറി? സല്ലീല. സല്ലീല. സത്ത് പ്ലസ് ലീല സല്ലീല. അടുത്ത നോക്കാം, ഉത് പ്ലസ് ലംഘനം. ഉത് പ്ലസ് ലംഘനം ഉല്ലംഘനം. ഉത് പ്ലസ് ലംഘനം ഉല്ലംഘനം. ഇനി മന പ്ലസ് ശക്തി. മനശക്തി. മനശക്തി. ഇവിടുത്തെ ഈ രണ്ട് കുത്തുകൾ ഉണ്ടല്ലോ, ന എന്നുള്ളതിന്റെ ആ രണ്ട് ചിഹ്നങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് പോയിട്ടാണ് നമുക്ക് എന്ത് വന്നത്? മന ശക്തി എന്ന് എഴുതാനായിട്ട് പറ്റുന്നത്. അവിടെ ഷ എന്നുള്ളത് രണ്ട് ഷ കൂടി ചേർന്നതാണ്. അപ്പൊ മന പ്ലസ് താപം മനസ്താപം. മന പ്ലസ് സ്ഥാപം, സോറി, താപം മനസ്താപം. അപ്പൊ മനസ്താപത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറയുമ്പോൾ മന പ്ലസ് താപം എന്നാണ് എഴുതേണ്ടത്. മനസ്സ് പ്ലസ് താപം എന്നല്ല. ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കൂ, രാജ പ്ലസ് ഋഷി. രാജ പ്ലസ് ഋഷി രാജർഷി. അടുത്തത് തത്ര പ്ലസ് ഏവ തത്രൈവ. തത്ര പ്ലസ് ഏവ തത്രൈവ. പുര പ്ലസ് ഏവ പുരൈവ. പുര പ്ലസ് ഏവ പുരൈവ.
തദ പ്ലസ് ഏവ തദൈവ. തദൈവ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പ്രയോഗിക്കാറുള്ള സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ടേം ആണ് തദൈവ. തദൈവ എന്നുള്ള വാക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? തദ പ്ലസ് ഏവ. തദ ദീർഘമുണ്ട് കേട്ടോ അവിടെ. തദ പ്ലസ് ഏവ. ഇനി മന പ്ലസ് ദുഃഖം മനോദുഃഖം. മനോ പ്ലസ് ദുഃഖം മനോദുഃഖം. ഇതിൽ ഓരോന്നും വരുന്ന രീതി വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് ഇത് വായിച്ചു തന്നെ പഠിക്കാം കേട്ടോ. അടുത്ത നോക്കാം. മന പ്ലസ് വേദന മനോവേദന. വയ പ്ലസ് വീര്യം വയോവീര്യം. അത പ്ലസ് ഗതി അധോഗതി. അത പ്ലസ് ഗതി അധോഗതി. തേജ പ്ലസ് ഭവം തേജോഭവം. തേജ പ്ലസ് ഭവം തേജോഭവം. പയ പ്ലസ് ധരം പയോദരം. പയ പ്ലസ് ധരം പയോദരം. അടുത്തത് ആയു പ്ലസ് അന്തം ആയുരന്തം. ആയു പ്ലസ് രന്തം ആയുരന്തം. ഇനി നീ പ്ലസ് അഹങ്കാരം എന്താ വരാ? നിരഹങ്കാരം. നീ പ്ലസ് അഹങ്കാരം നിരഹങ്കാരം. ഇനി നീ പ്ലസ് ആഹാരം നിരാഹാരം. നീ പ്ലസ് ആഹാരം നിരാഹാരം. നീ പ്ലസ് അലങ്കാരം നിരലങ്കാരം. നിരലങ്കാരം. നീ ചേർക്കുന്നത് ഓപ്പോസിറ്റ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അഹങ്കാരത്തിന്റെ ഓപ്പോസിറ്റ് നിരഹങ്കാരം. ആഹാരം കഴിക്കുന്നതിന് ഓപ്പോസിറ്റ് നിരാഹാരം. കണ്ടോ? നീ പ്ലസ് അലങ്കാരം നിരലങ്കാരം. നീ പ്ലസ് ദോഷം നിർദോഷം. നീ പ്ലസ് മാല്യം നിർമാല്യം. നീ പ്ലസ് മാല്യം നിർമാല്യം. ഇനി അപ് പ്ലസ് ജം അപ്ജം. അപ് ആപ്പ് കേട്ടോ, പ് ആണ് വരുന്നത്. ആപ്പ് അപ് പ്ലസ് ജം അബ്ജം. അബ്ജം എന്ന് വെച്ചാൽ താമര എന്നാണ് അർത്ഥം. അടുത്ത നോക്ക. അപ് പ്ലസ് ദി അബ്ദി. അബ്ദി എന്ന് വെച്ചാൽ എന്താ മീനിങ്? മേഘം എന്നാണ് കേട്ടോ. സോറി, അബ്ദി എന്ന് വെച്ചാൽ സമുദ്രമാണ്, സമുദ്രം. അപ് പ്ലസ് ദം അബ്ദം മേഘം. അപ്പോ ആകെ അപ്പ് എന്നുള്ള ആ പദം അങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. ജം ചേർക്കുകയാണെങ്കിൽ അബ്ജമായിട്ട് മാറി, ദം ചേർക്കുകയാണെങ്കിൽ അബ്ദമായിട്ട് മാറി, ദി ചേർക്കുകയാണെങ്കിൽ അബ്ദിയായിട്ട് മാറി. ഓരോന്നിന്റെയും അർത്ഥം വ്യത്യാസം ഉണ്ട് തന്നെ. അടുത്ത നോക്കൂ. ദിക്ക് പ്ലസ് വിജയം ദിഗ്വിജയം. ദിക്ക് പ്ലസ് വിജയം ദിഗ്വിജയം. അടുത്തത് ദിക്ക് പ്ലസ് മാത്രം ദിങ് മാത്രം. ദിക്ക് പ്ലസ് മാത്രം ദിഗ് മാത്രം. ത്വക്ക് പ്ലസ് മാംസം ത്വങ് മാംസം. ത്വക്ക് പ്ലസ് മാംസം ത്വങ് മാംസം. അടുത്ത നോക്കാം. ഉത്ത് പ്ലസ് മേഷം ഉന്മേഷം എന്നുള്ളതിന് ഉത്ത് മേഷം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. ഉത്ത് പ്ലസ് മേഷം ഉന്മേഷം. നമ്മൾ ഉന്മേഷം ഉന്മേഷം എന്നാണ് പറയാറ്, പക്ഷെ അത് തായും മായും ചേർന്നാണ് ഉണ്ടായത് കേട്ടോ. സത്ത് പ്ലസ് മാർഗം സന്മാർഗം. സത്ത് പ്ലസ് മാർഗം സന്മാർഗം. അവിടെയും ത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ, സന്മാർഗമല്ല. സത്ത് പ്ലസ് മാർഗമാണ് സന്മാർഗമായി മാറുന്നത്. ഇനി വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി എന്തായിട്ട് മാറും? വിദ്യുത് ശക്തി. അവിടെ താ എന്നുള്ളത് അപ്രത്യക്ഷമാവണ പോലെ നമുക്ക് തോന്നാം കേട്ടോ. പകരം ശക്തിയും ആ തായും കൂടി ചേർന്ന് ച ഇച്ഛ എന്നുള്ള രീതിയിൽ മാറും. അച്ഛന്റെ ചായയാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി വിദ്യുത് ശക്തി. ചലത്ത് പ്ലസ് ചിത്രം ചലച്ചിത്രം. നമ്മൾ ചലച്ചിത്രം സിനിമ പറയാറുണ്ട് അല്ലെ. ചലച്ചിത്രം അത് ചലത്ത് പ്ലസ് ചിത്രമാണ്. അടുത്ത നോക്കൂ. ജഗത്ത് പ്ലസ് നാഥൻ ജഗന്നാഥൻ. നമ്മൾ ജഗന്നാഥൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ജഗന്നാഥൻ. ജഗന്നാഥൻ എന്നുള്ള വാക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജഗത്ത് പ്ലസ് നാഥനാണ്. അടുത്ത നോക്ക്. നെല് പ്ലസ് മണി നെന്മണി. നെല് പ്ലസ് മണി നെൽമണി. നെല്ല് അല്ല നെല് ആണ് കേട്ടോ. നെല് പ്ലസ് മണിയാണ് നെന്മണി. ഇനി നെല് പ്ലസ് മേനി നെന്മേനി. നെല് പ്ലസ് മേനി നെന്മേനി.
കല് പ്ലസ് മതം കന്മതം. കന്മതം വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സിനിമയുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കന്മതം അത് കല് പ്ലസ് മതമാണ്. കല് പ്ലസ് മതം. അടുത്തത് സത് പ്ലസ് ജനം, സജ്ജനം. അവിടെ സത്ത് ജനം എന്നല്ല, സജ്ജനം. ജ ഇരട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ, സജ്ജനം. സത്ത് പ്ലസ് ജനാണ് സജ്ജനമായിട്ട് മാറിയത്. ഇനി സത്ത് പ്ലസ് ഗതി, അതെന്തായി നോക്കി. സത്ത് പ്ലസ് ഗതി, സദ്ഗതി. താന്നുള്ളത് എന്തായിട്ട് മാറി, ദയയുടെ ദായായിട്ട് മാറി. വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അന്ധ പ്ലസ് ചിദ്രം, അന്ധഛിദ്രം. അന്ധ പ്ലസ് ചിദ്രം, അന്ധഛിദ്രം. മുള പ്ലസ് കോൽ, മുളയും കോലും കൂടി ചേരുന്നത് മുളങ്കോൽ. മുള പ്ലസ് കോൽ, മുളങ്കോൽ. അപ്പൊ ഇവിടെ കായുടെ കൂടെ ഗ, അത് ഗായായിട്ട് മാറി. ഒരു ങ എന്നുള്ളൊരു സാധനം കൂടി അതിന്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് ആ ഉച്ചാരണത്തിലും വ്യത്യാസം വന്നത്, എഴുതുന്നതിനും വ്യത്യാസം വന്നത്. അടുത്ത നോക്കാം. പൂ പ്ലസ് തോട്ടം. പൂ പ്ലസ് തോട്ടം എന്താ വരാ, പൂന്തോട്ടം. പൂ പ്ലസ് തോട്ടം, പൂന്തോട്ടം. മല പ്ലസ് കാറ്റ്, മലങ്കാറ്റ്. മല പ്ലസ് കാറ്റ്, മലങ്കാറ്റ്. മല പ്ലസ് ചരക്ക് എന്തായിരിക്കും വരാ, മല പ്ലസ് ചരക്ക്, മലഞ്ചരക്ക്. മല പ്ലസ് ചരക്ക്, മലഞ്ചരക്ക്. ഇനി പഴ പ്ലസ് പുരാണം. പഴംപുരാണം പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പഴ പ്ലസ് പുരാണം, പഴംപുരാണം. അടുത്തത് നോക്കാം. വെൾ പ്ലസ് മയിൽ, വെൾ പ്ലസ് മയിൽ, വെൺമയിൽ. വെൺമയിൽ. വെള്ള് പ്ലസ് മയിൽ, വെൺമയിൽ. അടുത്തത് വെൺ പ്ലസ് നിലാവ്, വെൺ പ്ലസ് നിലാവ്, വെണ്ണിലാവ്. വെൺ പ്ലസ് നിലാവ്, വെണ്ണിലാവ്. അടുത്തത് തൺ പ്ലസ് താർ, തണ്ടാർ. തൺ പ്ലസ് താർ, തണ്ടാർ. നമ്മള് യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നത് അല്ലെ. നമ്മള് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമേ അല്ല നമ്മുടെ മുന്നിൽ വരണേ കേട്ടാ. അതുകൊണ്ടാണ് ഈ സാധനം സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അടുത്തത് വിൺ പ്ലസ് തലം, വിണ്ടലം. വിൺ പ്ലസ് തലം, വിണ്ടലം. പൊൻ പ്ലസ് താർ, പൊൽത്താർ. പൊൻ പ്ലസ് താർ. ഇത് ന്യായാണെങ്കിൽ പോലും അത് എന്തായിട്ട് മാറി, എല്ലായിട്ട് മാറി. പൊൻ താർ, പൊൽത്താർ. പൊൻ പ്ലസ് കതിർ, പൊൻകതിർ എന്നല്ല, പൊൽക്കതിർ, പൊൽക്കതിർ. അടുത്ത നോക്കാം. മാനം പ്ലസ് ഉം, മാനം പ്ലസ് എന്തായിട്ട് മാറി, മാനവും. മാനം പ്ലസ് മാനവും. അപ്പൊ വാനം പ്ലസ് എന്തായിരിക്കും, വാനവും അല്ലെ. വാനം പ്ലസ് വാനവും. വനം പ്ലസ് വനവും, വനം പ്ലസ് വനവും. അടുത്ത നോക്കാം. ധനം പ്ലസ് ധനവും, ധനം പ്ലസ് ധനവും. അടുത്തത് ഹരി പ്ലസ് ഇന്ദ്രൻ, ഹരിയും ഇന്ദ്രനും ചേർന്നാണ് ഹരീന്ദ്രൻ, ഹരീന്ദ്രൻ. രവി പ്ലസ് ഇന്ദ്രൻ, രവീന്ദ്രൻ. രവി പ്ലസ് ഇന്ദ്രൻ, രവീന്ദ്രൻ. അടുത്തത് ചെമ്പ് പ്ലസ് കുടം. നമ്മള് ചെമ്പുകുടം എന്നൊക്കെ വായിക്കാൻ പ്രതീക്ഷിക്കും, പക്ഷെ ഉത്തരം വരുന്നത് എന്താന്ന് നോക്കൂ, ചെപ്പുകുടം എന്നാണ് കേട്ടാ. ചെമ്പ് പ്ലസ് കുടം, ചെപ്പുകുടം എന്നാണ്, ചെപ്പുകുടം. ചെമ്പ് പ്ലസ് ഏട്, ചെപ്പേട്. ഓക്കെ. അടുത്ത നോക്കാം. നാടക പ്ലസ് അന്തം, നാടകാന്തം. നാടകത്തിന്റെ അവസാനം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ നാടകാന്തം. അടുത്തത്
രഘു പ്ലസ് ഉത്തമൻ, രഘുത്തമൻ. രഘു പ്ലസ് ഉത്തമൻ, രഘുത്തമൻ. അത് എളുപ്പമുണ്ടാവും, നമ്മൾ അങ്ങനെ തെറ്റിക്കാൻ വഴിയില്ല. അടുത്തത് ഗുരു പ്ലസ് ഉക്തി, ഗുരുക്തി. ഗുരു പ്ലസ് ഉക്തി, ഗുരുക്തി. ആരുടെയോ മൈക്ക് ഓൺ ആണ്, അതൊന്ന് ടേൺ ഓഫ് ചെയ്യാം കേട്ടോ. അടുത്തത് കാട് പ്ലസ് ഇൽ, കാട്ടിൽ. കാട് പ്ലസ് ഇൽ, കാട്ടിൽ. വീട് പ്ലസ് ഇൽ അപ്പൊ എന്തായിരിക്കും? വീട് പ്ലസ് ഇൽ, വീട്ടിൽ. കാട് പ്ലസ് ഇൽ, കാട്ടിൽ. വീട് പ്ലസ് ഇൽ, വീട്ടിൽ. നാട് പ്ലസ് ഇൽ അപ്പൊ എന്തായിരിക്കും? നാട്ടിൽ. ആറ് പ്ലസ് ഇൽ, ആറ്റിൽ. ഇനി വിൺ പ്ലസ് ആറ്, വിണ്ണാറ്. വിൺ പ്ലസ് ആറ്, വിണ്ണാറ്. അടുത്തത് മത പ്ലസ് ഇതരം, മതേതരം. മത പ്ലസ് ഇതരം, മതേതരം. പാഠ്യ പ്ലസ് ഇതരം, പാഠ്യേതരം. നമ്മൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ പാഠ്യം പ്ലസ് ഇതരം, പാഠ്യേതരം. ആ പ്ലസ് അൻ, അവൻ. അവൻ എന്നുള്ളതിനെ എങ്ങനെ പിരിച്ചെഴുതാം? ആ പ്ലസ് അന്നാണ് അവൻ. അടുത്ത നോക്കൂ, അണി പ്ലസ് അറ, അണിയറ. അണി പ്ലസ് അറ, അണിയറ. യായിട്ട് മാറിയിട്ടത്. അപ്പൊ മണി പ്ലസ് അറ എന്തായിട്ട് മാറും? മണിയറയായിട്ട് മാറും. തിരു പ്ലസ് ഓണം, തിരുവോണം. തിരുവോണം. ഓ എന്നുള്ളത് എന്തായിട്ട് മാറി? വോ എന്നായിട്ട് മാറി. അടുത്ത നോക്കാം, തല പ്ലസ് ഓട്, തലയോട്. തല പ്ലസ് ഓട്, തലയോട്. അടുത്തത് തിരു പ്ലസ് ആതിര, തിരുവാതിര. തിരു പ്ലസ് ആതിര, തിരുവാതിര. ഇപ്പൊ തിരു പ്ലസ് ഓണം എന്തായിരിക്കും? തിരു പ്ലസ് ഓണം, തിരു പ്ലസ് ഓണം, തിരുവോണം അല്ലെ? അടുത്ത നോക്കൂ, കുട പ്ലസ് ഉന്നു, കുടയുന്നു. കുട പ്ലസ് ഉന്നു, കുടയുന്നു. എൻ പ്ലസ് ആയിരം, എണ്ണായിരം. എൻ പ്ലസ് ആയിരം, എണ്ണായിരം. എൻ പ്ലസ് ആയിരം, എണ്ണായിരം. അത് എളുപ്പമാണ് അല്ലെ? എണ്ണായിരം. എൻ പ്ലസ് ഓട്, എന്നോട്. അതും തെറ്റിക്കാൻ ചാൻസ് കുറവാണ്. അടുത്തത് ചേറ് പ്ലസ് ഇൽ, ചേറ്റിൽ. ചേറ് പ്ലസ് ഇൽ, ചേറ്റിൽ. അടുത്തത് ഇ പ്ലസ് വണ്ണം, ഇവണ്ണം. ഇ പ്ലസ് വണ്ണം, ഇവണ്ണം. അടുത്തത് തുള്ളി പ്ലസ് ചാടി, തുള്ളിച്ചാടി. അതൊക്കെ എളുപ്പമുണ്ടാവും അല്ലെ? തുള്ളി പ്ലസ് ചാടി, തുള്ളിച്ചാടി. അമ്മ പ്ലസ് തൊട്ടിൽ, അമ്മത്തൊട്ടിൽ. അമ്മ പ്ലസ് തൊട്ടിൽ, അമ്മത്തൊട്ടിൽ. കുട്ടി പ്ലസ് പട്ടാളം, കുട്ടിപ്പട്ടാളം. കുട്ടി പ്ലസ് പട്ടാളം, കുട്ടിപ്പട്ടാളം. നമ്മൾ കുട്ടികളുടെ കൂട്ടത്തിലാണ് കുട്ടിപ്പട്ടാളം എന്ന് പറയുന്നത് അല്ലെ? കുട്ടി പ്ലസ് പട്ടാളം, കുട്ടിപ്പട്ടാളം. അടുത്തത് ആ പ്ലസ് നേരം, അന്നേരം. ആ പ്ലസ് നേരം, അന്നേരം. പാവ പ്ലസ് കുട്ടി, പാവക്കുട്ടി. അത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല അല്ലെ? പാവ പ്ലസ് കുട്ടി, പാവക്കുട്ടി. അടുത്തത് കല്ല് പ്ലസ് മതിൽ. അപ്പൊ കല്ല് പ്ലസ് മതിൽ, കന്മതിൽ. നമ്മൾ ഓൾറെഡി ല് എന്നുള്ളതിന്റെ കൂടെ ചേരുമ്പോ അത് നായും മായും ചേർന്ന രീതിക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് കേട്ടോ അത്. കേൾ പ്ലസ് തു, കേട്ടു. ഈ കേട്ടു എന്നുള്ളതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ കേൾ പ്ലസ് ടു എന്നൊക്കെ എഴുതി വെക്കും. കേൾ പ്ലസ് തു ആണ് കേട്ടു ആവണേ കേട്ടാ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ, ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് കരം പ്ലസ് കരവും. കരം പ്ലസ് കരവും. കര പ്ലസ് കരവും. ഉത്ത് പ്ലസ് മുഖം, ഉന്മുഖം. ഉത്ത് പ്ലസ് മുഖം, ഉന്മുഖം. മരം പ്ലസ് ഓട്,
മരത്തോട്, മരത്തിനോട്, മര പ്ലസ് തോട്, മരത്തോട്. അടുത്തത് വരും പ്ലസ് അൻ, വരുവൻ. വരും പ്ലസ് അൻ, വരുവൻ. അടുത്തത് വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യയും അഭ്യാസം കൂടി ചേരുമ്പോ വിദ്യാഭ്യാസം. വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം. കരി പ്ലസ് ഇന്ദ്രൻ, കരീന്ദ്രൻ. കരി പ്ലസ് ഇന്ദ്രൻ, കരീന്ദ്രൻ. ഗിരി പ്ലസ് ഈശൻ, ഗിരീശൻ. ഗിരി പ്ലസ് ഈശൻ, ഗിരീശൻ. ഗുരു പ്ലസ് ഉപദേശം, ഗുരുപദേശം. ഗുരോപദേശമല്ല, ഗുരുപദേശം. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നയന പ്ലസ് ഇന്ദ്രിയം, നയനേന്ദ്രിയം. ലോക പ്ലസ് ഐക്യം, ലോകൈക്യം. ലോക പ്ലസ് ഐക്യം, ലോകൈക്യം. സദാ പ്ലസ് ഏവ, സദൈവ. സദാ പ്ലസ് ഏവ, സദൈവ. അടുത്ത നോക്കാം. ബാല പ്ലസ് ഔഷധം, ബാലൌഷധം. ബാല പ്ലസ് ഔഷധം, ബാലൌഷധം. മഹാ പ്ലസ് ഔഷധി, മഹൌഷധി. മഹാ പ്ലസ് ഔഷധി, മഹൌഷധി. അടുത്തത് ഏക പ്ലസ് ഏക, രണ്ട് ഏക കൂടി ചേരുന്നതാണ് ഏകൈക. ഏക പ്ലസ് ഏക, ഏകൈക. ഏക പ്ലസ് ഏക, ഏകൈക. അതി പ്ലസ് അലം, അതി പ്ലസ് അലം, അത്യൽപം. അതി പ്ലസ് അലം, അത്യൽപം. അടുത്തത് അതി പ്ലസ് അധ്വാനം, അത്യധ്വാനം. അതി പ്ലസ് അധ്വാനം, അത്യധ്വാനം. തനു പ്ലസ് അങ്കി, തന്വങ്കി. തനു പ്ലസ് അങ്കി, തന്വങ്കി. അടുത്തത് അതി പ്ലസ് ആഗ്രഹം, അത്യാഗ്രഹം. അതി പ്ലസ് ആഗ്രഹം, അത്യാഗ്രഹം. പിതൃ പ്ലസ് ആജ്ഞ, പിത്രാജ്ഞ. പിതൃ പ്ലസ് ആജ്ഞ, പിത്രാജ്ഞ. വാക്ക് പ്ലസ് അർത്ഥം, വാഗർത്ഥം. വാക്ക് പ്ലസ് അർത്ഥം, വാഗർത്ഥം. അടുത്തത് ദിക്ക് പ്ലസ് അന്തം, ദിക്ക് പ്ലസ് അന്തം, ദിഗന്തം. ദിഗന്തം പൊട്ടുമാറ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ദിഗന്തം. അടുത്തത് ഷഡ് പ്ലസ് ആനനൻ, ഷഡാനനൻ. ഷഡ് പ്ലസ് ആനനൻ, ഷഡാനനൻ. ഇനി ഷഡ് പ്ലസ് മുഖൻ, ഷൺമുഖൻ. ഷഡ് പ്ലസ് മുഖൻ, ഷൺമുഖൻ. വാക്ക് പ്ലസ് മയം, വാങ്മയം. വാക്ക് പ്ലസ് മയം, വാങ്മയം. വാക്ക് പ്ലസ് മയം, വാങ്മയം. അവിടെ കായും മായും കൂടി ചേർന്ന് കണ്ട, വാക്ക് ങ, വാങ്മയം. ജഗത് പ്ലസ് ഈശ്വരൻ, ജഗദീശ്വരൻ. ജഗത്ത് പ്ലസ് ഈശ്വരൻ, ജഗദീശ്വരൻ. ഹൃത്ത് പ്ലസ് വികാരം, ഹൃത്ത് പ്ലസ് വികാരം, ഹൃദ്വികാരം. ഹൃദ്വികാരം. അടുത്തത് ഉത്ത് പ്ലസ് ഗാഠനം, ഉദ്ഗാടനം. ഉത്ത് പ്ലസ് ഗാഠനം, ഉദ്ഗാടനം. അടുത്തത് നോക്കാം. സത്ത് പ്ലസ് വികാരം, സദ്വികാരം. സത്ത് പ്ലസ് വികാരം, സദ്വികാരം. ജീവത് പ്ലസ് ശവം, ജീവച്ഛവം. ജീവത് പ്ലസ് ശവം, ജീവച്ഛവം. ജീവച്ഛവമായി കിടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, ജീവച്ഛവം. ഇനി ഉത്ത് പ്ലസ് ശിഷ്ടം, ഉച്ഛിഷ്ടം. ഉത്ത് പ്ലസ് ശിഷ്ടം, ഉച്ഛിഷ്ടം. അതി പ്ലസ് ഉഗ്രം, അത്യുഗ്രം. അതി പ്ലസ് ഉഗ്രം, അത്യുഗ്രം. ഇതി പ്ലസ് ആദി, ഇത്യാദി. ഇതി പ്ലസ് ആദി, ഇത്യാദി. പ്രതി പ്ലസ് ഏകം, പ്രത്യേകം. പ്രതി പ്ലസ് ഏകം, പ്രത്യേകം. ഗള പ്ലസ് ഉദരം, ഗളോദരം. ഗള പ്ലസ് ഉദരം, ഗളോദരം. ഗള പ്ലസ് ഉദരം, ഗളോദരം. മന പ്ലസ് ശാസ്ത്രം, മനഃശാസ്ത്രം. മന പ്ലസ് ശാസ്ത്രം,
മനഃശാസ്ത്രം. അതിന് 2 രീതിയിൽ എഴുതാം, 2 രീതിയിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. മയിൽ പ്ലസ് പീലി, മയിൽ പീലി. കെട്ടി പ്ലസ് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. പൊട്ടി പ്ലസ് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഓക്കെ, അവിടെ ക എന്നുള്ളത് ഇക്ക ആയിട്ട് മാറി, ഇരട്ടി വന്നു. കെട്ടിപ്പിടിച്ചു എന്നുള്ളതില് പി, പ, ആ സാധനം ഇരട്ടി ചെയ്തു കേട്ടാ. തുള്ളി കളിച്ചു, തുള്ളി കളിച്ചു. കര, കടൽ പ്ലസ് കര, കടൽ കര. മണൽ പ്ലസ് പുറം, മണപ്പുറം അല്ലെങ്കിൽ മണൽപ്പുറം. മണൽ പ്ലസ് മാളിക, മണൽ മാളിക. കൈ പ്ലസ് പട, കൈപ്പട. ഉറങ്ങി പ്ലസ് പോയി, ഉറങ്ങിപ്പോയി. നീ പ്ലസ് ശബ്ദം, നിശബ്ദം. സ പ്ലസ് അഷ്ടാംഗം, സാഷ്ടാംഗം പ്രണമിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. സ പ്ലസ് അഷ്ടാംഗം. ചായ പ്ലസ് കട, ചായക്കട. ഇനി കർണ ആകർണികയ, അതാണ് കർണാകർണികയ. വിഷു പ്ലസ് കാലം, വിഷുക്കാലം. പടക്കം പ്ലസ് ള്, പടക്കത്തിന്. പടക്കം പ്ലസ് ള്, പടക്കത്തിന്. അതി പ്ലസ് ആവശ്യം, അത്യാവശ്യം. ചെറിയ പ്ലസ് അമ്മ, ചെറിയമ്മ. വെട്ടം പ്ലസ് ഓട്, വെട്ടത്തോട്. പാത്രം പ്ലസ് ഇൽ, പാത്രത്തിൽ. ചെം പ്ലസ് തൊണ്ടി, ചെന്തൊണ്ടി. താവക ഉജ്ജ്വല, താവകോജ്വല. വിസ്മരിച്ച് ആനന ആസ്യയായി. ഒന്നിച്ചെഴുതുമ്പോ എങ്ങനെ വരും? വിസ്മരിച്ചാനതാസ്യയായി. കണ്ട, ആനദാസ്യയായി. അവിടുത്തെ തായുടെ കൂടെ ഒരു ദീർഘമായിട്ട് ആസ്യയായി എന്നുള്ളതിലെ ആ ചേർന്നേക്കാണ്. കണ്ടോ, വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ആയാണ് ഇവിടെ എന്തായി മാറിയത്? ഈ ഒരു ദീർഘമായിട്ട് ഇവിടെ മാറിയത്. ഇനി പൂ പ്ലസ് കവിൾ, പൂങ്കവിൾ. പൂ പ്ലസ് കിനാവ്, പൂങ്കിനാവ്. താമര പ്ലസ് കുളം, താമരക്കുളം. പ്രതി പ്ലസ് അക്ഷം, പ്രത്യക്ഷം. വഴി പ്ലസ് ഓരത്ത്, വഴിയോരത്ത്. എത്തിയ പ്ലസ് ഇടം, എത്തിയിടം. തിരു പ്ലസ് ഓണം, തിരുവോണം. സൃഷ്ടി പ്ലസ് ഉന്മുഖം, സൃഷ്ടദ്യുന്മുഖം. നിമ്ന പ്ലസ് ഉന്നതം, നിമ്നോന്നതം. ബൃഹത് പ്ലസ് ആകാരം, ബൃഹദാകാരം. ഇരിപ്പ് പ്ലസ് ഇടം, ഇരിപ്പിടം. ആന പ്ലസ് കൊമ്പ്, ആനക്കൊമ്പ്. നെല്ല് പ്ലസ് അരി, നെല്ലരി. ചേറ് പ്ലസ് ആണ്ട, ചേറാണ്ട. നീ പ്ലസ് ഓട് പ്ലസ് അമ്മ, നിന്നോടമ്മ. നീ പ്ലസ് ഓട് പ്ലസ് അമ്മ, നിന്നോടമ്മ. എൻ പ്ലസ് ഉള്ളി, എന്നുള്ളി. വഞ്ചി പ്ലസ് ഇറക്കി, വഞ്ചി ഇറക്കി. ഇല പ്ലസ് അനക്കം, ഇലയനക്കം. പെരും പ്ലസ് കാട്, പെരുങ്കാട്. മറന്നില്ല അല്ലി, മറന്നില്ലല്ലി. കണ്ട, അവിടെ രണ്ടാമത്തെ ആ എന്നുള്ളത് ഇല്ല കേട്ടോ, അത് ഇവിടെ ആ ഇല്ല. മറന്നില്ല ലി എന്നാക്കി, ഈ ആ കട്ട് ചെയ്ത് അല്ലെ. മറന്നില്ലല്ലി. തേവി പ്ലസ് തേവി, തേവി തേവി. പത്മ പ്ലസ് ആസനം, പത്മാസനം. അഭി പ്ലസ് ഉന്നതി, അത്യുന്നതി. നീ പ്ലസ് ശൂന്യം, നിശൂന്യം. അന്ന് പ്ലസ് ഒക്കെ, അന്നൊക്കെ. അഭി പ്ലസ് ഉദയം, അഭ്യുദയം. നീ പ്ലസ് ശൂന്യം, നിശൂന്യം. അന്ന് പ്ലസ് ഒക്കെ, അന്നൊക്കെ. അഭി പ്ലസ് ഉദയം, അഭ്യുദയം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു കേട്ടാ. പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. നീ പ്ലസ് രവം, നീരവം. അരുണ പ്ലസ് ഉദയം, അരുണോദയം. ഏകദേശം 9 പേജോളം ഐറ്റംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് വായിക്കാം കേട്ടോ എല്ലാവരും. അതിനുശേഷം നമ്മൾ പിരിച്ചെഴുതുക എന്നുള്ള സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യം ചേർത്ത് എഴുതാനാണ് നമ്മൾ പഠിച്ചത്, ഇനി നമ്മൾ പിരിച്ചെഴുതാൻ പോകണം. അപ്പൊ ഈ ഒരു പോർഷൻ എല്ലാവരും വായിക്കുക, 5 മിനിറ്റ് സമയം എടുത്ത് വായിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നോട്ട്സ് എല്ലാവരും ഓപ്പൺ ആക്കുക, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അടുത്തത് നമ്മള് പിരിച്ചെഴുതാൻ പോവാണ്. ഇത്ര നേരം നമ്മൾ ചേർത്ത് വെക്കാൻ പഠിച്ചു, ഇനി നമ്മൾ പിരിച്ചെഴുതാൻ പോവാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പുനരധിവാസം, പുനരധിവാസം, പുനരധിവാസം. ഇതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതാം? പുനർ
പ്ലസ് അധിവാസം. ഓക്കെ, പുനരധിവാസം എന്നുള്ളത് പുനർ പ്ലസ് അധിവാസം. ആ റായും ആയും കൂടി ചേർന്ന് വേണം രാ എന്നായത് കേട്ടോ. അപ്പൊ പുനർ പ്ലസ് അധിവാസം, അപ്പൊ പുനരധിവാസം. അപ്പൊ അടുത്തത് എന്തായിരിക്കും വരാന്നൊന്ന് പറഞ്ഞേ. പുനരാക്രമണം. പുനരാക്രമണം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാ? ഇങ്ങനെയായിരിക്കും വരാ. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മലയാളം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും അല്ലെ? എന്തായിരിക്കും റൈറ്റ് ആൻസർ? പുനർ പ്ലസ് ആക്രമണം, പുനരാക്രമണം. പുനർ പ്ലസ് ആക്രമണം, പുനരാക്രമണം. അങ്ങനെയാണെങ്കിൽ പുനരുൽപാദനം ഇതിനെ എങ്ങനെയാ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക? പുനരുൽപാദനം, പുനരുത്പാദനം. പുനർ പ്ലസ് ഉൽപാദനം. പുനർ പ്ലസ് ഉത്പാദനം. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നോക്കാം. പുനരേകീകരണം, ഇതിനെങ്ങനെയായിരിക്കും കൊടുക്കുക? പുനരേകീകരണം. പുനർ പ്ലസ് ഏകീകരണം, കറക്റ്റ് അല്ലേ? പുനർ പ്ലസ് ഏകീകരണം. അടുത്ത് നോക്കിക്കോളൂ. ഉല്ലാസം. ഉല്ലാസം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ഉല്ലാസം. നമ്മള് ഇല്ല എന്നുള്ളത് വരണം എന്നുണ്ടെങ്കിൽ ഏത് രണ്ട് സാധനങ്ങൾ ചേർക്കണം എന്നാണ് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ഷെയർ ചെയ്ത് തന്ന നോട്ട് വെച്ചൊന്ന് നോക്കിക്കോട്ടെ. ഉല്ലാസം എന്ന് വരണമെങ്കിൽ ഏത് രണ്ട് പദങ്ങളാ ചേരണ്ടേ? ഉത്ത് പ്ലസ് ലാസം. ഉത്ത് പ്ലസ് ലാസമാണ് ചേരേണ്ടത്. അപ്പോഴാണ് അത് എന്തായിട്ട് മാറാ? ഉല്ലാസം. ഇനി അത്യാവശ്യം. അത്യാവശ്യം നമ്മൾ എങ്ങനെ എഴുതാ? അത്യാവശ്യം. അതി പ്ലസ് ആവശ്യം, അത്യാവശ്യം. അത്യാപത്ത്. അത്യാപത്ത്. അത്യാപത്ത് നമുക്ക് എങ്ങനെ എഴുതാം? അതി പ്ലസ് ആപത്ത്, കറക്റ്റ് അല്ലേ? അതി പ്ലസ് ആപത്ത്. അഭ്യർത്ഥന. അഭ്യർത്ഥന. അഭ്യർത്ഥനയൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ വായിച്ചിട്ടുണ്ടായിരുന്ന മോഡലാണ് കേട്ടോ. അഭ്യർത്ഥന. അഭി പ്ലസ് അർത്ഥന, അഭ്യർത്ഥന. ഇനി പ്രത്യേകം. പ്രത്യേകം. പ്രതി പ്ലസ് ഏകം, പ്രത്യേകം. പ്രത്യേകം എന്നുള്ളത് പ്രതി പ്ലസ് ഏകമാണെങ്കിൽ പ്രത്യുപകാരം എന്ത് വരും? പ്രത്യുപകാരം. പ്രത്യുത് പ്ലസ് ഉപകാരം. പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. പ്രതി പ്ലസ് ഉപകാരമാണ് കേട്ടോ. അടുത്ത നോക്കൂ. മേന്മ. മേല് പ്ലസ് മ, മേന്മ. മേല് പ്ലസ് മ, മേൽമ. ചിന്മയം. ചിന്മയം എന്ത് വരും? എന്തായാലും ഒരു സാധനം പ്ലസ് മയാണ്, അത് ഉറപ്പാണ് അല്ലെ? അപ്പൊ ഫ്രണ്ടിലെ ടേം എന്താ വരേണ്ടത്? ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം. ചിത്ത് പ്ലസ് മയം, ചിന്മയം. അപ്പൊ സന്മാർഗം എങ്ങനെയായിരിക്കും വരാം? സന്മാർഗം. സന്മാർഗം എളുപ്പമാണ്. സത്ത് പ്ലസ് മാർഗമാണ് സന്മാർഗം. ജഗന്നാഥൻ. ജഗന്നാഥൻ നമ്മൾ ഓൾറെഡി എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ജഗന്നാഥൻ. ജഗത്ത് പ്ലസ് നാഥൻ. അടുത്തൊന്ന് പറഞ്ഞു നോക്കിയേ. ത്വന്മാനസം. ത്വന്മാനസം. എന്തായിരിക്കും വരാ? ഇത് എളുപ്പമാണ്. ത്വത്ത് പ്ലസ് മാനസമാണ് ത്വത് മാനസം. ത്വത്ത് പ്ലസ് മാനസം. ആ, ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ജഗത്ത് പ്ലസ്. ഓക്കെ. അടുത്തത് മേന്മേൽ. മേന്മേൽ. മേന്മേൽ എന്താ വരാ? ഇവിടെ ഈ ഒരു വാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നോക്കിയാൽ കിട്ടും. ഇവിടെ എങ്ങനെയാ വന്നേ? ല് പ്ലസ് മായാണ് വന്നേ അല്ലെ? ല് പ്ലസ് മ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു എന്ന് ആലോചിച്ചാൽ മതി. മേന്മേൽ എന്തായിരിക്കും വരാ? മേല് പ്ലസ് മ. മേല് പ്ലസ് മ. മേന്മേൽ. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിദ്യുത് ശക്തി. ഇതിനെങ്ങനെയാണ് ഇത്? വിദ്യുത് ശക്തി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യുത് പ്ലസ് ശക്തി. ആ, കറക്റ്റ് ആണ്. വിദ്യുത് പ്ലസ് ശക്തിയാണ്. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യണേ അല്ലെ? അടുത്തത് നോക്കാം. ഇവിടെ ഈ ഏരിയയിലൊരു മിസ്റ്റേക്ക് ഇല്ലേ? അത് മേല് പ്ലസ് മേലാണ് കേട്ടോ. ഞാനത് എഴുതിയ മിസ്റ്റേക്ക് ആണ്. മേല് പ്ലസ് മേൽ. ആർക്ക് സംശയം തോന്നിയില്ല? ഇവിടെ ഒരാള് കമന്റ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിരുന്നു. അടുത്ത നോക്കൂ, മഹച്ചരിതം. 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 മഹത്ത് പ്ലസ് ചരിതം. മഹച്ചരിതം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. സച്ചിദാനന്ദ. സച്ചിദാനന്ദ. നമ്മൾ സച്ചിദാനന്ദ ഗുരു എന്നൊക്കെ പറയാറുണ്ട്. സച്ചിദാനന്ദ. സച്ചിദാനന്ദ ഇങ്ങനെ വരാ? സച്ചിത് പ്ലസ് ആനന്ദ. ആ, ഒരു സ്പ്ലിറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു. സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ. അപ്പോഴാണ് സച്ചിദാനന്ദ എന്നാണ് കേട്ടാ. ഇവിടെ തായും ചായയും കൂടി ചേർന്നാണ് ഇച്ഛ എന്നുള്ളതായിട്ട് മാറിയത്. ഓക്കെ. അടുത്തത് എളുപ്പത്തിന് ഒരെണ്ണം പറയാം. പുളിങ്കുരു. ഇത് എളുപ്പമാണ് ചെയ്യാൻ. പുളി പ്ലസ് കുരു. ആ, പുളി പ്ലസ് കുരു. കരിഞ്ചന്ത. കരി പ്ലസ് ചന്ത. കരിഞ്ചന്ത. ആ, അപ്പൊ കരിമ്പുലി എന്താ വരാന്ന് പറഞ്ഞോ? കരി പ്ലസ് പുലി. ആ, കരി പ്ലസ്
പുലി, കരിമ്പുലി. പൂങ്കാവ്, പൂങ്കാവ്. പൂ പ്ലസ് കാവ്, പൂവ് പ്ലസ് കാവല്ല, പൂ പ്ലസ് കാവ്. മനസ്സിലായി. വാഗ്വാദം, വാക്ക് പ്ലസ് വാദം, വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. അടുത്ത പറഞ്ഞു വാദേവി, പ്ലസ് ദേവിയാണ്. വാക്ക് പ്ലസ് ദേവി, വാക്ക് പ്ലസ് ദേവിടാ. ഋഗ്വേദം, ഇത് എളുപ്പമാണ്. ഇപ്പൊ പറഞ്ഞ സെയിം മോഡൽ ആലോചിച്ചാൽ മതി. വാഗ്വാദം വാക്ക് പ്ലസ് വാദമാണ്. അങ്ങനെയാണെങ്കിൽ ഋഗ്വേദം എന്ത് വരും? ഋക്ക് പ്ലസ് വേദം, ഋഗ്വേദം. സദാചാരം, സദാചാരം നമ്മൾ നേരത്തെ സച്ചിദാനന്ദ കണ്ടതൊന്ന് ഓർത്താൽ മതി. സദാചാരം, സത്ത് പ്ലസ് ആചാരം, നല്ല ആചാരം എന്നാണ് സദാചാരത്തിന്റെ അർത്ഥം. അപ്പൊ സത്ത് നല്ലത്, ആചാരം, സദാചാരം. ഹൃദ്വികാരം, സദാചാരം പോലെ ഹൃദ്വികാരം ആലോചിക്കാം കേട്ടോ. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? ഹൃദ്വികാരം ഹൃത്ത് പ്ലസ് വികാരമാണ്, ഹൃത്ത് പ്ലസ് വികാരം. അടുത്ത നോക്കൂ, സദ്വികാരം, സദ്വികാരം. സത്ത് പ്ലസ് വികാരമാണ്, സത്ത് പ്ലസ് വികാരമാണ് സദ്വികാരം. കണ്ണീര്, കണ്ണീർ, കൺ പ്ലസ് നീർ. എക്സ്പേർട്ട് ആയില്ലേ അല്ലേ? കൺ പ്ലസ് നീർ. ഉത്തിഷ്ഠത, ഉത്ത് പ്ലസ് തിഷ്ഠത, നിഷ്ഠതയല്ല തിഷ്ഠത, ഉത്തിഷ്ഠത. മനോരഥം, മനോരഥം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മന പ്ലസ് രഥം, മന പ്ലസ് രഥം, മനോരഥം. അദ്ദേഹം, എളുപ്പാണ്, അദ്ദേഹം. ഉത്തരം പറയാം. ആ പ്ലസ് ദേഹം, അദ്ദേഹം. ആ പ്ലസ് ദേഹം, അദ്ദേഹം. തണ്ടാർ, നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. തണ്ടാർ, തൺ പ്ലസ് താറാണ് തണ്ടാർ. ലോകോത്തരം, ലോകോത്തരം. പ്ലസ് ഉത്തരം, ലോക പ്ലസ് ഉത്തരം, ലോകത്തിലെ ഏറ്റവും ഉത്തരമായത്. ലോക പ്ലസ് ഉത്തരം, ലോകോത്തരം. ആത്മാനുഭൂതി, ആത്മാനുഭൂതി. ആത്മാനുഭൂതി. ആത്മാ പ്ലസ് അനുഭൂതി, കറക്റ്റ് ആണ്. ആത്മാ പ്ലസ് അനുഭൂതി.
ആയിരം 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 അഭിവാദ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലെ? ആയിരം ആയിരം. ആയിരം പ്ലസ് ആയിരം. യെസ്, റൈറ്റ് ആൻസർ. നാളോളം ഇവൻ. നാളോളം ഇവൻ. ചിലപ്പോ ഇത്തിരി കൺഫ്യൂഷൻ വരും. നാളോളം പ്ലസ് ഇവൻ. നാളോളം ഇവൻ. അടുത്തത് പരമോദാരം. പരമോദാരം. ആൻസർ വരാം പരമ പ്ലസ് ഉദാരം. പരമ പ്ലസ് ഉദാരം. ആത്മാനുഭൂതി നമ്മൾ ഓൾറെഡി എഴുതി അല്ലെ? ആത്മാ പ്ലസ് അനുഭൂതി. അടുത്തത് മഹോന്നതം. മഹോന്നതം. മഹാ പ്ലസ് ഉന്നതം. ആ, കണ്ണുകളോടെ. കണ്ണുകളോടെ. കണ്ണുകൾ പ്ലസ് ഓടെ. വളരുന്നത്. വളരുന്നത്. വളരുന്ന പ്ലസ് അത് വളരുന്നത്. ഒന്നോടി. 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 ഒന്നോടി എങ്ങനെ എഴുതാ? ഒന്ന് പ്ലസ് ഓടി എങ്ങനെയാണോ? ആ, ഒന്ന് പ്ലസ് ഓടി. റൈറ്റ് ആൻസർ. ഏതാണ്ട് ട്രാക്കിക്ക് വന്നിട്ടുണ്ട്. ആർദ്രമി. ആർദ്രം ഈ. ആർദ്രം ഈ. ആ, കിട്ടിയില്ലേ? മുഖങ്ങൾ. ഈ ങ്ങൾ എന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത് കള്ളാണ്. കള്ളാണോ? അപ്പൊ മുഖം പ്ലസ് കൾ. മുഖങ്ങൾ. സഫലമീ യാത്ര. യാത്ര എന്നാണ് കേട്ടോ. സഫലമീ യാത്ര. സഫലം പ്ലസ് യാത്ര. ആ, സഫലം പ്ലസ് ഈ പ്ലസ് യാത്ര. 3 വാക്കുകൾ കൂടി ചേർന്നാണത്. ഹൃദന്തം. പ്ലസ് എന്താണോ? ഹൃദ് പ്ലസ് അന്തം. ഹൃത്ത് ട്ടാ, തായാണ്. അടുത്തത് സുഹൃലാഭം. സുഹൃലാഭം. എന്തായാലും അവസാനം ലാഭമാണ്. ഇവിടെ ഇല്ല എന്നുള്ളത് ചേരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വരണ്ടേന്ന് ആലോചിക്കുക. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നുള്ളത് വരാനായിട്ട് എന്താ ചെയ്യണ്ടേ? സുഹൃത്ത് പ്ലസ് ലാഭമാണ്. തായും ലായും കൂടി ചേരുമ്പോഴാണ് ഇല്ല എന്നുള്ളത് കയറി വരാം. അങ്ങനെയാണെങ്കിൽ സല്ലീല. ഇതിനെങ്ങനെ എഴുതാം? സല്ലീല. സത്ത് പ്ലസ് ലീല, സല്ലീല. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. തദ്ദിതം. തദ്ദിതം. തദ് പ്ലസ് ഹിതം. തദ്ദിതം. ശരത്ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ. ശരത്ത് പ്ലസ് ചന്ദ്രൻ. ഉച്ചിഷ്ടം. ഉച്ചിഷ്ടം. ഉത്ത് പ്ലസ് ശിഷ്ടം.
സ്വൽപ്പം. സ്വൽപ്പം എങ്ങനെ എഴുതാം? സ്വൽപ്പം. സോ പ്ലസ് അല്പം. സു പ്ലസ് അല്പം, സ്വൽപ്പം. പിത്രാനുമതി. പ്ലസ് അനുമതിയാണോ? പിതൃ പ്ലസ് അനുമതി ട്ടാ. പിതൃ പ്ലസ് അനുമതി. പിതൃ പ്ലസ് അനുമതി. വാങ്മയം. വാക്ക് പ്ലസ് മയം. വാക്ക് പ്ലസ് മയം, വാങ്മയം. അബ്ജം. അപ്പ് പ്ലസ് ജം, അബ്ജം. അധസ്ഥിതി. അത് പ്ലസ് സ്ഥിതിയാണോ? അധ പ്ലസ് സ്ഥിതി. കരാംബുജം. കര പ്ലസ് അംബുജം. കര പ്ലസ് അംബുജം, കരാംബുജം. മുരാരി. മുര പ്ലസ് അരി, മുരാരി. മണിയറയിൽ. മണി പ്ലസ് അറയിലാണ്. മണി പ്ലസ് അറ പ്ലസ് ഇൽ, മണിയറയിൽ. 3 വാക്കുകളുണ്ട്. മണിയറയിൽ. മരത്തിൽ. മരം പ്ലസ് ഇല്ലാണ്. മരം പ്ലസ് ഇൽ, മരത്തിൽ. കണ്ണില്ല. കണ്ണ് പ്ലസ് ഇല്ല. കൺ പ്ലസ് ഇല്ല, കണ്ണില്ല. കണ്ണ് ഇല്ല, കൺ പ്ലസ് ഇല്ല. ആയുർബലം. ആയുർ പ്ലസ് ബലം. ആയുസ് പ്ലസ് ബലം. ഇമ്മാതിരി. ഈ പ്ലസ് മാതിരി, ഇമ്മാതിരി. വിദ്യാഭ്യാസം. ഇത് എളുപ്പമാണ്. വിദ്യാഭ്യാസം. വിദ്യ പ്ലസ് അഭ്യാസം. വിദ്യ പ്ലസ് അഭ്യാസം. കലാലയം. കല പ്ലസ് ആലയം. കല പ്ലസ് ആലയം. ഗുരുപദേശം. ഗുരുപദേശം. ഗുരു പ്ലസ് ഉപദേശം. ഗുരു പ്ലസ് ഉപദേശം. ദേവേന്ദ്രൻ. ദേവ പ്ലസ് ഇന്ദ്രൻ, ദേവേന്ദ്രൻ. വീരോചിതം. വീര പ്ലസ് ഉചിതം, വീരോചിതം. വീരോക്തി. വീര പ്ലസ് ഉക്തി, വീരോക്തി. ഇത്യാദി. ഇത്യാദി. ഇതി പ്ലസ് ആദി, ഇത്യാദി. ഇതി പ്ലസ് ആദി. യഥോചിതം. യഥോ പ്ലസ് ഉചിതം. യഥാ പ്ലസ് ഉചിതം, യഥോചിതം. യഥാ ട്ടാ. അതായും കൂടി ചേരുമ്പോഴാണ് യഥോ എന്നായത്. കണ്ട. അടുത്തത് സൂര്യോദയം. സൂര്യൻ പ്ലസ് ഉദയം. സൂര്യൻ ഇല്ല, സൂര്യ പ്ലസ് ഉദയം, സൂര്യോദയം. 90. സൂര്യൻ ഇല്ല, സൂര്യ ഉള്ളൂ ട്ടാ, സൂര്യ. പ്ലസ് 100 തൊൺ പ്ലസ് 100 ട്ടാ, തൊൺ പ്ലസ് 100, 90. ചന്തശാസ്ത്രം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ചന്ത പ്ലസ് ശാസ്ത്രം. 2 കുത്തു വരുന്നതാണ് അവിടുത്തെ. മനപ്പൊരുത്തം. മനസ്സ് പ്ലസ് പൊരുത്തം. ആയുഷ്കാലം.
ആയുസ് പ്ലസ് കാലം. ആയുസ് പ്ലസ് കാലം. അപ്പൊ ആയുർവേദം എന്തായിരിക്കും വരാ? ആയുഷ്മാനം ആയുസ് പ്ലസ് കാലമാണെങ്കിൽ ആയുർവേദം ആയുസ് പ്ലസ് വേദം അല്ലേ? അതെ, ഇവിടെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. തപശക്തി. തപശക്തി ശരിക്കും രണ്ട് രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തപശക്തി ഒന്നുകിൽ തപസ് പ്ലസ് ശക്തി എന്ന് എഴുതാം, അല്ലെങ്കിൽ തപ പ്ലസ് ശക്തി എന്ന് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം കേട്ടാ. ധനത്താൽ. ധനത്താൽ മലയാളം പഠിച്ചവർക്കുണ്ടെങ്കിൽ ഇതിലെ ഓരോന്നിന്റെയും അത് ഏത് ടൈപ്പിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ധനത്താൽ. ധനം പ്ലസ് ആൽ, ധനത്താൽ. മനസാക്ഷി. മനസ്സ് പ്ലസ് സാക്ഷി. മന പ്ലസ് സാക്ഷി ട്ടാ. മന. നമ്മൾ നേരത്തെ ചില എക്സാമ്പിൾസ് അങ്ങനെ പ്രത്യേകത കണ്ടു. അവിടെ മനസ്സ് വേണ്ട, മന പ്ലസ് സാക്ഷി മതി. കാരണം രണ്ട് സാ അടുത്ത് വരണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഓക്കെ. രാവിലെ. രാവിൽ പ്ലസ് എ, രാവിലെ. കലവറ. കലവറ എന്ന് വെച്ചാൽ കലം വെക്കുന്ന അറ. അപ്പൊ എങ്ങനെയായിരിക്കും പിരിച്ചെഴുതാ? കലവറ. കലം പ്ലസ് അറ. കലം പ്ലസ് അറ. പൂമ്പൊടി. പൂവില് കാണുന്ന പൊടിയാണ് പൂമ്പൊടി. അപ്പൊ പൂമ്പൊടി എന്നുള്ളതിനെ എങ്ങനെ പിരിച്ചെഴുതാ? പ്ലസ് പൊടി, പൂമ്പൊടി. ആയിരത്താണ്ട്. എളുപ്പാണ്. ആയിരത്താണ്ട്. ആയിരം പ്ലസ് ആണ്ടാണ് ആയിരത്താണ്ട്. കടങ്കഥ. കടം പ്ലസ് കഥ. വിണ്ടലം. വിണ്ടലം എന്നുള്ളതിനെ എങ്ങനെ എഴുതാ? വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം. വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം. നിങ്ങൾ. നീ പ്ലസ് കള്ളാണ്. നീ പ്ലസ് കൾ. കറക്റ്റ് ആണ്. അഹർവൃത്തി. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അഹസ് പ്ലസ് വൃത്തിയാണ് കേട്ടാ. ശാസ്ത്രജ്ഞൻ. ശാസ്ത്രം പ്ലസ് ജ്ഞൻ. സന്യാസം. സം പ്ലസ് ന്യാസം, സന്യാസം. ശിരച്ഛേദം. ശിരസ് ഛേദിച്ചു അല്ലെ? ശിരസ് പ്ലസ് ഛേദം, ശിരച്ഛേദം. സമീക്ഷ. ഏകദേശം കഴിയാറായിട്ട് കേട്ടോ. സമീക്ഷ. സം പ്ലസ് ഈക്ഷ, സമീക്ഷ. കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കിട്ടി പ്ലസ് ഇരുന്നു പ്ലസ് എങ്കിൽ. അപ്പൊ താപസോചിതമായ, അതിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റാ? താപസോചിതമായ. ഇങ്ങനെയാണോ നോക്കിയേ? താപസം പ്ലസ് ഉചിതമായ, താപസോചിതമായ. ദൈവാത്മനായ, അതിനെങ്ങനെ എഴുതാ? ദൈവതാത്മകനായ. ദൈവത്തിന്റെ ആത്മകനായ. ദേവത ആത്മകൻ ആയ. നിരായുധനായ. നീ പ്ലസ് ആയുധർ ആയ, നിരായുധരായ. പടപ്പാളയങ്ങളിൽ.
ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് എഴുതുന്ന വിധം കണ്ടോ വെച്ചോ. പട പ്ലസ് പാളയം പ്ലസ് കൾ. അപ്പൊ പട പാളയങ്ങൾ ആയി. അതില് ഇൽ കൂടി ചേർക്കും. പട പ്ലസ് പാളയം പ്ലസ് കൾ പ്ലസ് ഇൽ. അടുത്തതും ഇതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. നോക്കിയേ. പുത്ര മിത്രാർത്ഥ. ഇത് വായിച്ചിട്ട് നിങ്ങൾ തിരികെ, അതായിരിക്കും നല്ലത്. പുത്രമിത്രാർത്ഥ കളത്രാദി. പുത്രയുണ്ട്, മിത്രയുണ്ട്, അർത്ഥയുണ്ട്, കളത്രയുണ്ട്, ആദിയുണ്ട് അല്ലെ. ഇത്തിരി വലുതാണ്. പുത്ര മിത്രാർത്ഥ കളത്രാദി. പുത്ര പ്ലസ് മിത്ര പ്ലസ് അർത്ഥ പ്ലസ് കളത്ര പ്ലസ് ആദി. പുത്രനും മിത്രവും അർത്ഥവും കളത്രവും ഇത്രയും ചേർന്നവ ആദിയായവ. അടുത്ത് നോക്കൂ. പുഴയിലേക്ക് ഇറങ്ങി. ഇത് എളുപ്പമായിരിക്കും. പുഴയിലേക്ക് ഇറങ്ങി. അത്ര എളുപ്പം എന്ന് പറയില്ല, എന്നാലും പുഴയിലേക്ക് ഇറങ്ങി. പുഴ പ്ലസ് ഇൽ, പുഴയിൽ. ലേക്ക് വേണം അല്ലെ. അപ്പൊ ഏക്ക് ഇറങ്ങി. എങ്ങനെ വരാൻ നോക്കി. പുഴ പ്ലസ് ഏൽ പ്ലസ് ഏക്ക് പ്ലസ് ഇറങ്ങി. പ്രിയമൊരിക്കൽ ഈശ്വരൻ. പ്രിയം പ്ലസ് ഒരിക്കൽ പ്ലസ് ഈശ്വരൻ. രാജധർമ്മത്തെ പറ്റി. രാജധർമ്മം പ്ലസ് എ പ്ലസ് പറ്റി. വിദ്യാഭ്യാസാർത്ഥം. വിദ്യാഭ്യാസാർത്ഥം. വിദ്യ പ്ലസ് അഭ്യാസ പ്ലസ് അർത്ഥം. സപ്തർഷികളെ. സപ്ത ഋഷികളെ. ഓക്കെ. സപ്ത പ്ലസ് ഋഷികൾ പ്ലസ് എ. തത്വമസി. തത്ത് പ്ലസ് ത്വം, തത്വം. അസി. തത്ത് പ്ലസ് ത്വം അസി. ബ്രാഹ്മണോഹം. ബ്രാഹ്മണോഹം. ബ്രാഹ്മണ പ്ലസ് അഹം. നിന്നോളം. നിന്നോളം. എങ്ങനെ എഴുതാ. നിൻ പ്ലസ് ഓളം. പെരുവഴി അമ്പലം. പെരുവഴി പ്ലസ് അമ്പലം. അടുത്ത് നോക്കിയേ. കരതലാമലകം. ചോദിക്കാറുണ്ട് കേട്ടോ. കരതല പ്ലസ് ആ മലകം. കരതലാമലകം. ചെമ്പട്ടുടുത്തു. ചെം പ്ലസ് പട്ട് പ്ലസ് ഉടുത്തു. ശകുന്തളോപാഖ്യാനം. ഇതെങ്ങനെ എഴുതാ. ശകുന്തളോപാഖ്യാനം. ശകുന്തള പ്ലസ് ഉഭ പ്ലസ് ആഖ്യാനം. ശകുന്തളോപാഖ്യാനം. അടുത്ത നോക്കൂ. ക്രോധമല്ലോ യമനായതു നിർണയം. ക്രോധം പ്ലസ് അല്ലോ അല്ലെ. വായിക്കാൻ പറ്റില്ലേ. ക്രോധം പ്ലസ് അല്ലോ പ്ലസ് യമൻ പ്ലസ് ആയത് പ്ലസ് നിർണയം. ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കി. വായിക്കാൻ പറ്റണ്ട. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. വായിച്ചു നോക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. ഏകദേശം ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച പോർഷൻ ഉണ്ടാ. രണ്ട് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയായിരുന്നു. എങ്ങനെയാണ് പിരിച്ചെഴുതുക, എങ്ങനെയാണ് ചേർത്തെഴുതുക. ആകെ രണ്ട് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ 2 കാര്യങ്ങൾ അത്യാവശ്യം കനത്തിലുണ്ട് അല്ലെ. ഇതുവരെ പറഞ്ഞ പോർഷൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ.
സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. രണ്ട് നോട്ടും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും പഠിക്കുക കേട്ടാ.